അവരെല്ലാം കാണുന്നു, അല്പം ക്ഷമിക്കുക. നമസ്കാരം സഹോദരങ്ങളെ, ഞാൻ അബ്ദുള്ള. ഇന്ന് മെയ് 6, 2026. ഇന്ത്യ മഹാരാജ്യത്തെ മഹത്തായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിലെ ആയിരക്കണക്കിന് പ്രവർത്തകരെയും നയിച്ചു കൊണ്ടുപോകുന്ന ഇവർക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ഭരണാധികാരികളായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കുതന്ത്രങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഇവർക്ക് തുക്കിടി സാഹിബുമാരായ രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും കുതന്ത്രങ്ങൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് അവർ ചിന്തിക്കുന്നെങ്കിൽ അവർ കണ്ണടച്ച് പാലുടിക്കുന്നവരാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് രാഹുൽജി കേരളത്തിൽ വന്നപ്പോൾ പരസ്യമായി പറഞ്ഞത്. രാഹുൽ എന്താ പറഞ്ഞത്? എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ മുൻനിർത്തി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് പറയാനുള്ളത്, അതായത് നേതാക്കന്മാരോട് നേരിട്ടല്ല, അവിടുത്തെ സാക്ഷിയായിക്കൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് പറയുന്നു, നിങ്ങളാരും സംഘനൃത്തമാടരുത് എന്ന്. അതായത് ഗ്രൂപ്പ് കളി, ഡാൻസ് വേണ്ട എന്ന്. എന്തുകൊണ്ടാ? മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള ഈ കളി വേണ്ട എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം 2021 കൂടുതൽ MLA എനിക്ക് സപ്പോർട്ട് ചെയ്തു, എന്നിട്ടും സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയെന്ന്. 2021 കൂടുതൽ MLA VD സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത്, അല്ലാണ്ട് വെറുതെ ഓർക്കത്തിന് എണീറ്റിട്ട് പ്രതിപക്ഷ നേതാവാക്കിയതല്ല. ഇപ്പൊ രമേശ് ചെന്നിത്തല വിചാരം അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അന്ന് കൂടുതലെന്ന്. ഇങ്ങനെ ഇടതുപക്ഷക്കാരന്റെ വീട്ടിൽ ചെന്നിട്ട് UDF വന്ന് വോട്ട് ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാന്നറിയും. അതുപോലെ UDF വീട്ടിൽ ചെന്നിട്ട് LDF വോട്ട് ചോദിച്ചാൽ പറയും, നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്ന് പറയും. ഇതുപോലെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടാവും, എന്നെ സപ്പോർട്ട് ചെയ്യണോട്ടോ എന്ന് ഓരോ MLA പറയും. എല്ലാവരും പറയും, ഞാൻ നിങ്ങൾക്ക് തന്നെ എന്ന്. പക്ഷേ അവര് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളോട് പറഞ്ഞു സതീശനാണ് നല്ലതെന്ന്. അങ്ങനെ സതീശനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നത്. പാവം രമേശ് ചെന്നിത്തല എന്ന കൂപമണ്ടൂകം. ഇതേപോലെ തന്നെ KC വേണുഗോപാൽ നിരന്തരം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നെ മുഖ്യമന്ത്രി ആക്കണമെന്ന്. അപ്പൊ അതിന്റെ ഒരു പ്രതികരണമാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസ് പ്രവർത്തകരെ മുൻനിർത്തി പറഞ്ഞത്, നിങ്ങൾ നേതാക്കന്മാർ ഡാൻസ് കളിക്കണ്ട എന്ന് പറഞ്ഞത്. എന്നിട്ട് മാത്രമല്ല, ഇപ്പൊ AP അനിൽകുമാറിനെ ബാണക്കാട്ടേക്ക് പറഞ്ഞതിന്റെ തന്ത്രവും നമുക്കറിയാം, ഈ കുതന്ത്രം. അപ്പൊ ഇത്തരം കുതന്ത്രങ്ങൾ മുഖ്യമന്ത്രി ആവാൻ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആയാൽ എന്തുമാത്രം കുതന്ത്രങ്ങളായിരിക്കും ഈ വേണുഗോപാൽ ചെയ്യുക. അപ്പോ ഉമ്മൻചാണ്ടി എന്ന ദുഷ്ടനേക്കാളും പിണറായി വിജയൻ എന്ന പരമദുഷ്ടനേക്കാളും വലിയ ദുഷ്ടനായി മാറും ഇനി ഈ വേണുഗോപാലൊക്കെ മുഖ്യമന്ത്രിയായി വന്നാൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പണ്ട് സരിതയുടെ കേസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന AP അനിൽകുമാർ അടുത്ത പ്രാവശ്യം മന്ത്രിസഭയിലുണ്ടാവില്ല. പകരം ST വിഭാഗത്തിൽ നിന്ന് IC ബാലകൃഷ്ണൻ വയനാട്ടിൽ നിന്ന് വരാനാണ് ചാൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിയമസഭയിലെ ശക്തിയായി പ്രസംഗിക്കുന്ന മാത്യു കുഴൽനാടനും മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ല. നമ്മൾ സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ കണക്കാക്കി പറയുന്നതാണ്. എന്തു വരാൻ പോകുന്നു എന്നുള്ളത് ദൈവത്തിനറിയാം. നന്ദി, നമസ്കാരം.